നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിലെ 7ാമത്തെ പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. എന്താണ് അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് നമുക്ക് നോക്കാം. അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എത്ര തവണ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഡ്വേർബിനാണ് അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലൂടെ കൃത്യമായിട്ടത് നോക്കാം. ആശിഷ് ഓഫൺ ലൈക്സ് ടു ഹാവ് ഫുഡ് ഫ്രം ഹോട്ടൽസ്. ആശിഷ് എന്ന ആൾ ഓഫൺ പലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടെ എന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മളിവിടെ ബോൾഡായിട്ട് കൊടുത്ത വേർഡ്സാണ് നോക്കേണ്ടത്. ഇടയ്ക്കിടെ അവന് ലൈക്സ് ഇഷ്ടപ്പെടുന്നു, ടു ഹാവ് ഫുഡ് ഭക്ഷണം കഴിക്കാൻ. ഹാവ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഫ്രം ഹോട്ടൽസ് ഹോട്ടലുകളിൽ നിന്ന്. അപ്പോൾ എത്ര പ്രാവശ്യം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പല പ്രാവശ്യം അല്ലെങ്കിൽ ഇടയ്ക്കിടെ. ആ പ്രാവശ്യം എത്രയാണ്? ഇടയ്ക്കിടെയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പ്രാവശ്യം, തവണ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതാണ് അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ വിലി ഓൾവേസ് ബൈസ്. വിലി എപ്പോഴും വാങ്ങുന്നു ഗ്രോസറീസ്. ഗ്രോസറികൾ വാങ്ങുന്നു ഫ്രം ദി സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഓൾവേസ് എപ്പോഴും, ഇടയ്ക്കിടെ എന്നുള്ള അർത്ഥം പോലെ തന്നെയാണ് എപ്പോഴും എന്നുള്ള അർത്ഥം. ഫ്രീക്വൻസിയാണ്. നെക്സ്റ്റ്, ദ ടീച്ചേഴ്സ് ഹാവ് ബീൻ ഇൻസ്ട്രക്റ്റഡ്. ടീച്ചർമാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കപ്പെടുന്നു, നിർദ്ദേശം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ടു ടേക്ക് അറ്റൻഡൻസ് എടുക്കാൻ എവറി അവർ, ഓരോ മണിക്കൂറും. എവറി അവർ എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറും. അപ്പോൾ ഫ്രീക്വൻസിയാണ് എവറി അവർ, ഓരോ മണിക്കൂറും. ഇനി എവറി ഡേ, ഓരോ ദിവസവും. ദ ഹോസ്പിറ്റൽസ് കാണാറുണ്ട് എ ഹ്യൂജ് ഇൻഫ്ലോ, ഒരു വലിയ പ്രവാഹം തന്നെ. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ പ്രവാഹം. ഓഫ് ആക്സിഡൻറ്റ് കാഷ്വാലിറ്റികളുടെ. ഇപ്പോൾ എവറി ഡേ, ഓരോ ദിവസവും. അതാണ് ഇവിടുത്തെ അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ എല്ലാം ഒരു തവണയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതിൻ്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഇതിൽ പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെ മറ്റേതെങ്കിലും അഡ്വേർബിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിലുള്ള ഉദാഹരണം അല്ലാതായി മാറുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല അല്ലെങ്കിൽ തീർച്ചയായും ഇല്ല എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ എവറി അവർ, ഓരോ മണിക്കൂറും. അതുപോലെ കോൺസ്റ്റൻ്റ്ലി, എപ്പോഴും, സ്ഥിരമായി. ഇതൊക്കെ ഇതിൻ്റെ അർത്ഥങ്ങളാണ്. ഒരുപാട് അർത്ഥങ്ങൾ ഇതിനുണ്ടായിരിക്കും. ഡെയിലി, ഓരോ ദിവസവും. അതുപോലെ സെൽഡം, വല്ലപ്പോഴും, അപൂർവമായി, വിരളമായി എന്നൊക്കെ അർത്ഥമുണ്ട്. എവറി ഡേ, ഓരോ ദിവസവും. എവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുള്ള പദമാണ്. എന്നും, നിത്യവും, എപ്പോഴും ഒക്കെയുള്ള അർത്ഥമുണ്ട്. പിന്നെ ഫ്രീക്വൻ്റ്ലി, പതിവായി, പലവുരു, തുടരെ എന്നുള്ള അർത്ഥമുണ്ട്. ഓൾവേസ്, എപ്പോഴും. ഓഫൺ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ, പല പ്രാവശ്യം എന്നൊക്കെ അർത്ഥം. അതുപോലെ ഇവൻച്വലി എന്ന് പറഞ്ഞാൽ തൽഫലമായിട്ട്, ഒടുവിൽ, അവസാനമായി എന്നൊക്കെ അർത്ഥം. അവർലി എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂർ വെച്ച് അല്ലെങ്കിൽ മണിക്കൂർ തോറും എന്നൊക്കെ അർത്ഥം. ഇനി ഇയർലി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ. അതുപോലെ ഒക്കേഷണലിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ കൃത്യമായിട്ട് നോക്കുക. വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടെ എന്നൊക്കെ അർത്ഥം. ഇനി റയർലി എന്ന് പറഞ്ഞാൽ അപൂർവമായി. ഹാർഡ്ലി എവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നർത്ഥം. ഒരിക്കലും. ജനറലി, സാധാരണയായി അല്ലെങ്കിൽ സാധാരണഗതിയിൽ എന്നൊക്കെ അർത്ഥം. റെഗുലർലി, കൃത്യമായി, പതിവായി. അതുപോലെ യൂഷ്വലി, പതിവായി. സ്കെയേഴ്സിലി, വിരളമായി. മന്ത്ലി, മാസത്തിൽ. സംടൈംസ്, ചിലപ്പോൾ. സംടൈംസും വ്യത്യാസമുണ്ട്. സംടൈം ഇതിൽ വരില്ല, സംടൈംസ് ആണ്. സംടൈംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ. സംടൈം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം എന്നാണ് അർത്ഥം. നോർമലി, സാധാരണയായിട്ട്. അതുപോലെ നൗ ആൻഡ് ദെൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ, അതാണ് അർത്ഥം. നൗ ആൻഡ് ദെൻ, ഇടയ്ക്കിടെ. ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി പഠിക്കണം. ഇനിയുള്ളത് ടാസ്ക്കാണ്. ടാസ്ക് ഞാനിവിടെ വായിക്കാം, നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുക. എപ്പോഴും കൊടുക്കുന്ന ടാസ്ക് പോലെ തന്നെ ഇവിടെയും കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫില്ലാക്കുക. മേലെ കൊടുത്തിട്ടുള്ള എവറി, നൗ ആൻഡ് ദെൻ, സെൽഡം, റയർലി, യൂഷ്വലി, ഇവൻച്വലി, ഫ്രീക്വൻ്റ്ലി, ഹാർഡ്ലി എവർ, ഒക്കേഷണലി, ഓൾവേസ്, ഓഫൻ. സെൻറ്റൻസ് വായിക്കാം. 1, നിക് ഡാഷ് പ്ലേസ് ടെന്നീസ് ഇൻ ദി ഈവനിങ്. 2, വി കം ഹിയർ ഡാഷ്. 3, ദ പ്ലേസ് ഈസ് ഡാഷ് ക്രൗഡഡ്. 4, രേഷ്മ ഹാസ് ഡാഷ് ഗോൺ ഓൺ എനി ട്രിപ്പ്. 5, മൈ ഫ്രണ്ട്സ് ആൻഡ് ദെയർ ഫാമിലീസ് ഗെറ്റ് ടുഗെദർ ഡാഷ്. 6, ഷീ ഡാഷ് കീപ്സ് എ
ചെക്ക് ഓൺ ഹെർ സൺ. 7 ഡസ് സാഡി വിസിറ്റ് യു ഡാഷ്. 8 യു വിൽ ഫിഗർ ഔട്ട് ഹൗ ടു ഡു ഇറ്റ് ഡാഷ്. 9 ദ ട്രെയിൻസ് ഹിയർ ആർ ഡാഷ് ലേറ്റ്. 10 ഷീ ഡാഷ് ഗോസ് ഹോം ഡ്യൂറിങ് ദി വീക്കെൻഡ്സ്. ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തുക. അതിന് ശേഷം മാത്രം ഉത്തരങ്ങൾ നോക്കുക. ഉത്തരങ്ങൾ ഇനി കാണാം.